ഈ കൂട്ടുകാരൻ പിറവം സർവീസിനും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. കാര്യം ഈ സംഭവത്തിൻ്റെ ജെന്യൂനിറ്റി എനിക്കൊന്നറിയില്ല. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹം തൃശ്ശൂർ, നമ്മൾ പാലക്കാട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ വണ്ടി പുറകെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് എടുക്കണം. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ മുന്നോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. സാധാരണ നമ്മൾ 2-3 ഹോൺ അടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 4-5 ഹോൺ അടിച്ച് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഫ്രണ്ടിലേക്ക് മാറ്റിത്തരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുക. ഇപ്പം പറയണത് എനിക്ക് ചോറിനണം, നിങ്ങളെപ്പോലെ ലോക്കൽ വണ്ടിയൊന്നുമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണം, ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ലോക്കൽ വണ്ടിയൊന്നുമില്ല, ഇത് പാലക്കാട് കോട്ടയം പോകണതാണ്, ഞാൻ ഇറങ്ങി ചെന്ന് പറഞ്ഞു. അവൻ മാറ്റത്തില്ല. 1.5-2 മിനിറ്റ് നേരം അവൻ അതേ പൊസിഷനിൽ തന്നെ നിന്ന് ഇവൻ സംസാരമാണ്. ഇവൻ്റെ വായി എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല്ലാൻ തോന്നും. തല്ലൊഴിച്ച് ബാക്കി എല്ലാ സംസാരങ്ങളും അവിടെ നടന്നു. നമ്മുടെ വണ്ടിയിലിരുന്നവർ ഇറങ്ങി വന്ന് വീഡിയോ എടുത്തു. അവൻ്റെ ഡോറിൽ തല്ലി. ഞാൻ പറഞ്ഞു നീ പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ പോണതിന് മുമ്പ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അവൻ ഭയങ്കര തണ്ട് വർത്താനം പറഞ്ഞാൽ വിനിച്ചേട്ടനറിയാം. ഞാൻ വിനിച്ചേട്ടനും കൂടെ പോയ സമയത്താണ് തണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തണ്ട് സംസാരിക്കുന്ന ഡ്രൈവറെ ഞാൻ ഇതുവരെ എൻ്റെ സർവീസിനിടയിൽ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ തനി ഗുണ്ടായുസത്തിൽ സംസാരിക്കുന്ന ഒരുത്തൻ. അവൻ വെട്ടും ചെത്തും എന്നൊക്കെയാണ് പറയണത്. അവൻ കോട്ടയത്ത് വന്നിട്ട് വീണ്ടും ഞങ്ങളെ വെല്ലുവിളിച്ച് പോയി. ഞങ്ങൾ കോട്ടയത്ത് രാത്രി വന്നപ്പോൾ വീണ്ടും വെല്ലുവിളിച്ചൊക്കെ പോയി. ഒരു എന്താ പറയുക, ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഇവൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ആ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇവൻ അന്ന് കാണിച്ച് പക്കാ ഫ്രോഡ് തരാണ്. അതെന്ന് വെച്ചാൽ അവൻ്റെ മനഃപൂർവ്വമായ ബലം പിടുത്തം കൊണ്ട് ആ ഡിപ്പോ മുഴുവൻ ബ്ലോക്കാക്കി അവസാനം നമ്മൾ ലേറ്റായി പോരുകയാണ്. വിനിച്ചേട്ടനും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഞാനും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡയലോഗ്സ് വിടേണ്ട വന്നു, ഇവൻ്റെ വീഡിയോ എടുക്കേണ്ട വന്നു. അപ്പോൾ ആ യാത്രക്കാർ അന്ന് തന്നെ ബസ്സിലിരുന്ന് ഇറങ്ങിപ്പോയൊരു ചേച്ചി അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പൊന്നെ മടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി പോകുന്നതും കണ്ടു.